ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശ ഋഷിഭ്യോ മഹത്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിത പ്രജ്ഞാന ഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഹരി ഓം. ഓം ശം നോ മിത്ര ശം വരുണഃ ശം നോ ഭവത്വര്യമാം ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുക്രമഃ. നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തതു വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും പ്രണാമം. കൃഷ്ണയജുർവേദീയ തൈത്തരീയ ഉപനിഷത്താണ് നമ്മൾ കാണുന്നത്. യാജ്ഞവൽക്യയുടെ വാദങ്ങളെ പ്രണമിച്ചുകൊണ്ട് നമുക്ക് പഠനം തുടരാം. പ്രഥമ അധ്യായമായ ശിക്ഷാവല്ലി നമ്മൾ കണ്ടു. 22 അനുവാദങ്ങളായിട്ട് ഉപാസനകളും മേധാപ്രാർത്ഥനയും, പിന്നെ അതിനുശേഷം ത്രിശങ്കു എന്ന മഹർഷിക്ക് തന്നെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ ബ്രഹ്മജ്ഞാന ഫലം നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഗുരുകുലം വിട്ടുപോകുമ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള ജീവിതം നയിക്കേണ്ടത് എന്നും യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നു. അതിനുശേഷം എന്താണ്, കുറച്ചു പേര് യാജ്ഞവൽക്യ മഹർഷിയുടെ കൂടെ തന്നെ ഗുരുകുലത്തിൽ വസിച്ചു. അപ്പോൾ എന്താണ്, അവർ ഈ ഉപാസനയൊക്കെ ചെയ്ത് മേധാപ്രാർത്ഥനയിലൂടെയൊക്കെ വളരെ ഉയർന്നു. അപ്പോൾ അവർക്ക് വേണ്ടി എന്താണ്, തൈത്തിരീയ ഉപനിഷത്ത് ദ്വിതീയ അധ്യായമായ ബ്രഹ്മാനന്ദവല്ലി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ത്രിശങ്കു മഹർഷി ജ്ഞാനനിഷ്ഠനായി, അതുപോലെ തന്നെ നാം ഓരോരുത്തർക്കും ബ്രഹ്മജ്ഞാന നിഷ്ഠയിലേക്ക് ഉയരാം. അതിന് എന്ത് മനനമാണ്, എന്ത് സാധനയാണ് ഇനി ചെയ്യേണ്ടത്, അത് പഠിപ്പിച്ചു തരാനായിട്ടാണ് രണ്ടാമത്തെ അധ്യായം. ബ്രഹ്മാനന്ദവല്ലി എന്നാണ് ഇതിന്റെ നാമം. ആദ്യം ഇതില് ശാന്തിപാഠമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണ യജുർവേദത്തിന് 2 ശാന്തിപാഠം ഉള്ളതുകൊണ്ട് 2ഉം 3ഉം അധ്യായത്തിന് സഹനാവോധു ശാന്തിപാഠം, 1-ാം അധ്യായത്തിന് ശംനോമിത്ര ശാന്തിപാഠവുമാണ്. നമ്മള് ശാന്തിപാഠം എന്തിനു ചൊല്ലുന്നു എന്നൊക്കെ ആദ്യത്തെ ശംനോമിത്രയിൽ തന്നെ പറഞ്ഞതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. ത്രിവിധ താപങ്ങൾ മാറി ഈശ്വരന്റെയും ഗുരു പരമ്പരയുടെയും മാതാപിതാക്കളുടെയും പ്രകൃതിയുടെയും എന്റെ തന്നെ കൃപയുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ശാന്തിപാഠത്തിലൂടെ ചെയ്യുന്നത്. അതോടൊപ്പം സജ്ജനങ്ങൾക്കൊക്കെ ക്ഷേമം ഉണ്ടാകട്ടെ, ഗുരുവിന് ആരോഗ്യം കൊടുക്കട്ടെ, ഗുരു പരമ്പരയ്ക്ക് സൗഖ്യം ലഭിക്കട്ടെ ഇത്യാദി സങ്കല്പമാണ് ശാന്തിപാഠത്തിലുള്ളത്. നമ്മൾ ആദ്യം കണ്ടിരുന്നു സഹനാവവതു സഹ ന ആവവതു എന്നുള്ളത് നമ്മൾക്ക് നിശ്ചയമായിട്ടും സംരക്ഷണം നൽകണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഇത് നമുക്ക് ഗുരുവിനോട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഈശ്വരനോട് ഇഷ്ടദേവതയോടൊക്കെ പ്രാർത്ഥിക്കാം. അടുത്തത് സഹനവും ഭുനക്തും, അതും സംരക്ഷണം ആവശ്യപ്പെടുക, അത് ഈശ്വരനോട് ചോദിക്കുകയാണ്. നമുക്ക് ജ്ഞാനനിഷ്ഠ നൽകി ആ ഏറ്റവും അത്യാവശ്യം, അല്ലെങ്കിൽ എന്നും നിലനിൽക്കും, അതാണ് കുറച്ചുകൂടെ നല്ല വാക്ക്, എന്നും നിലനിൽക്കുന്ന സംരക്ഷണം ഇപ്പൊ നമ്മൾക്ക് അച്ഛനുണ്ടാകാം നമ്മളെ സംരക്ഷിക്കാൻ, ഭർത്താവുണ്ട്, മക്കളെ സംരക്ഷിക്കുന്നു, ഇതൊക്കെയാണ് സംരക്ഷണം ഭാര്യ ഭർത്താവിനെ സംരക്ഷിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കുന്നു. ഇതൊക്കെ എപ്പോഴും ഉണ്ടാവില്ല കുറെ വർഷങ്ങൾ ഉണ്ടാകും എപ്പോഴും എല്ലായ്പ്പോഴും ആ വാക്കാണ് കുറച്ചുകൂടെ നല്ലത്. എല്ലായ്പ്പോഴും
ഇവരുടെയൊക്കെ സംരക്ഷണം അല്ലെ, ധനം എന്ന സംരക്ഷണം, ധാന്യം എന്ന സംരക്ഷണം, പശുക്കൾ ഇതൊക്കെ നമുക്ക് സംരക്ഷണമാണ്. എല്ലായ്പ്പോഴും ഈ സംരക്ഷണം ഉണ്ടാകും. അപ്പൊ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നത് സംരക്ഷണം എന്തിന്റെ സംരക്ഷണമാണ്? ഭഗവാന്റെ സംരക്ഷണം. അതുകൊണ്ട് ആ രക്ഷണം നൽകണേ എന്നുള്ള പ്രാർത്ഥന സഹനവും വിനത്തു. അടുത്തത് നമ്മൾ കണ്ടിരുന്നു സഹവീര്യം കരവാവേ, അല്ലെ ഭഗവാനെ ഞങ്ങൾക്ക് വീര്യം നൽകി, ഞങ്ങളുടെ കയ്യിലേക്ക് വീര്യം നൽകി ഞങ്ങളെ സംരക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ കണ്ടിരുന്നു. അവിടെയാണ് കണ്ടത് ശാസ്ത്ര അധ്യയന പ്രയത്ന ശക്തി, ശാസ്ത്രം അധ്യയനം ചെയ്യാനുള്ള പ്രയത്നശക്തി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ശിഷ്യനും ഗുരുവും കൂടെ ചേർന്നാണ് ഈ സഹനാവധി ശാന്തിപാഠം ചൊല്ലുന്നത്. അപ്പൊ ഗുരുവിന് എന്ത് വീര്യാ വേണ്ടത്? ഗുരുവിന് എന്താണെന്ന് വെച്ചാല് വിദ്യ പകർന്നു കൊടുക്കുവാനുള്ള വീര്യം, അല്ലെ? ആ വീര്യം നൽകണേന്നായിരിക്കും ഗുരുവിന്റെ സങ്കല്പം, അല്ലെ? നല്ല പണ്ഡിതന്മാർ, അറിവുള്ളവരായിരിക്കും, പക്ഷെ അവർക്ക് എന്താ പകർന്നു കൊടുക്കാനുള്ള സാഹചര്യം ചിലപ്പോൾ കാണില്ല, അല്ലെ പകർന്നു കൊടുക്കാനുള്ള ശേഷി കാണില്ല, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ, അല്ലെ? ഒരുപാട് പേരുണ്ട് പണ്ഡിതന്മാര്, പക്ഷെ അവർക്ക് പഠിപ്പിക്കാനുള്ള സാഹചര്യമോ കഴിവോ ഇല്ല. അപ്പോൾ അതുണ്ടാവരുത്. എനിക്ക് എൻ്റെ മുന്നിൽ വിദ്യ തേടി വരുന്നവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള കഴിവ് ഈശ്വര എനിക്ക് തരണേ എന്ന് ഗുരു അതാണ് ഗുരുവിന് വേണ്ട രീതി. ഇതല്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയുന്ന കാര്യം ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലേ. അവസാനം നമ്മൾ നിർത്തും, അവരും നിർത്തും, അല്ലെ? പഠനവും പാഠനവും നിർത്തും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവരുതേ ഭഗവാനെ, എനിക്ക് പകർന്നു കൊടുക്കാനുള്ള ശേഷി നൽകി എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഗുരുവിനെ സങ്കല്പിക്കാം. ശിഷ്യന്റെ പ്രാർത്ഥന എന്താണ്? വിദ്യ ഗ്രഹിക്കുവാനുള്ള കഴിവ്, അല്ലെ? അതാണ് ശാസ്ത്ര അധ്യയന പ്രയത്നശക്തി എന്ന് പറഞ്ഞത്, നമ്മളാ കണ്ടിരുന്നു, അല്ലെ? വിദ്യയെ ഗ്രഹിക്കുക, അതിനെ നേടിയെടുക്കുവാനുള്ള കഴിവ്, അതായത് സാധന ചതുഷ്ടയ സമ്പത്ത്, അല്ലെ? ആവശ്യമുള്ള സമയത്ത് വിവേകം പ്രവർത്തിക്കണം, ആവശ്യമുള്ള സമയത്ത് വൈരാഗ്യം പ്രവർത്തിക്കണം, ക്ഷമതമാദികള് ഒപ്പം എപ്പോഴാണോ ആവശ്യം അപ്പൊ തന്നെ അത് ആക്റ്റീവ് ആകണം, അല്ല സ്വിച്ച് ഇട്ടാ മതി, ആക്റ്റീവ് ആകാനുള്ള ആ കഴിവ് നൽകണേ. അതാണ് ശിഷ്യന്റെ പ്രാർത്ഥന, അല്ലെ? ശാസ്ത്ര അധ്യയന പ്രയത്നശക്തി, അത് ശിഷ്യന് വേണ്ട വീര്യം. ഗുരുവിന് വേണ്ട വീര്യം വിദ്യാദാന പ്രയത്നശക്തി, വിദ്യ പകർന്നു കൊടുക്കാനുള്ള പ്രയത്നശക്തി. അതിനൊരു എഫേർട്ട് വേണം. ചിലവർക്ക് അത് താല്പര്യമില്ല. ഒരുപാട് മഹാത്മാക്കളുണ്ട്, അല്ലെ? നല്ല പണ, പക്ഷെ അവർക്ക് പോയി അവര് പ്രചാര വർക്കൊന്നും ചെയ്യില്ല. അവരെ തേടി വരിക, തപോൻ മഹാരാജൊക്കെ അങ്ങനെയായിരുന്നു, മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിനെ തേടി വരുന്ന രണ്ടോ മൂന്നോ പേർക്ക് പകർന്നു കൊടുക്കും, അല്ലെ? ചിലവർക്ക് അതും താല്പര്യമില്ല. ചിലവര് സമാധി അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ധ്യാനത്തിൽ മുഴുകി ജീവിക്കും, സാധന മാത്രം ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ എന്താണ്, ആരെങ്കിലും ഉണ്ടാകണം വിദ്യ പകർന്നു കൊടുക്കണമെങ്കിലേ ഇത് വംശം തുടരുകയുള്ളൂ. അതുകൊണ്ട് അതിനുള്ള കഴിവ് ലഭിക്കണേ പ്രാർത്ഥിക്കണം. അവിടെ വരെ നമ്മൾ കണ്ടു. ഇനി അടുത്ത വാക്ക് തേജസ്സിനാവധീതമസ്തു മാ വിദ്വിഷാവഹേ. തേജസ്സിനാവധീതമസ്തു മാ വിദ്വിഷാവഹേ, അതായത് ഞങ്ങളാൽ പഠിക്കപ്പെട്ടത് എന്നും ഞങ്ങളോടൊപ്പം ഇരിക്കവൻ. ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ രണ്ടാമത്തെ അധ്യായം, പക്ഷെ എന്തൊക്കെയാണോ പഠിക്കുന്നത് ആ പഠിക്കുന്നതൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. തേജസ്വിനാ അതീതമസ്തു എന്നുള്ള അത്രയും വരിയുടെ അർത്ഥം അതാണ്. എന്താണോ പഠിക്കാൻ പോകുന്നത് ആ പഠിക്കുന്നത് എപ്പോഴും കൂടെ ഉണ്ടാകും. അതായത് മറവി സംഭവിക്കരുത്. എന്നും ബുദ്ധി പ്രകാശിച്ചു, തേജസ്സായിരിക്കണേ ബുദ്ധി, പ്രകാശിച്ചു കൊണ്ടേയിരിക്കണേ. എന്തിനാൽ പ്രകാശിക്കണം? വിദ്യയാൽ പ്രകാശിക്കണേ എന്നുള്ള പ്രാർത്ഥന. തേജസ്വിനാവധീതം അസ്തു, അസ്തു ഞങ്ങൾക്ക് അത് എപ്പോഴും ഉണ്ടാവുന്നേ. അതിനുശേഷം അടുത്ത പ്രാർത്ഥന മാ വിദ്യുഷാവഹേ, ഞങ്ങൾ പരസ്പരം ദേഷിക്കാതിരിക്കവേണേ. ഇല്ലേ? കാരണം ഇനി കുറച്ചു പേരേ ഉള്ളൂ ഗുരുകുലത്തിൽ. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വാക്കേറ്റവോ തർക്കവോ
അല്ലെ? അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവർത്തികളോ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്താ, മനസ്സിലേക്ക് ദുശ്ചിന്ത വരാം. അതുകൊണ്ട് ഭഗവാനെ അങ്ങനെ ആക്കരുതേ. ആരോടും ഒരു വിദ്വേഷം, അല്ലെ? വളരെ ഒരു നല്ല പക്ഷെ ഇത് ഫലവും ഉണ്ട് കേട്ടോ. ഒരുപാട് സന്ദർഭങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ വാക്കുകൾ നമുക്ക് ഫലം തരുന്നു. അല്ലെ? ഒരാൾ നമ്മളെ കുറിച്ച് മോശമായി പറഞ്ഞാലും അരമണിക്കൂറൊക്കെ വിഷമം കാണാം, അല്ലെ ഒരു ദിവസം മാക്സിമം. പിറ്റേ ദിവസം നമ്മൾ വിചാരിക്കും പോട്ടെ, സാരമില്ല, അവരത് അറിവില്ല എന്ന്. അവരെന്റെ ഭാഗം കേൾക്കാത്തത് കൊണ്ട്, ഒരു ഭാഗം മാത്രം കേട്ടിട്ടല്ലേ മോശം പറയുന്നത്. അവര് പറഞ്ഞോട്ടെ, എന്റെ അത്രയും പ്രാരബ്ധം തീരുന്നു. അല്ലെ? അവര് പ്രാരബ്ധം കൂട്ടുന്നു, ഞാൻ പ്രാരബ്ധം ഇറക്കുന്നു. അല്ല, എനിക്ക് വിദ്വേഷമൊന്നുമില്ല. എനിക്ക് നന്മയിലേക്കാണ് അത് നയിക്കുന്നത്. അല്ലെ? അങ്ങനെയായിരുന്നു മഹാത്മാക്കൾ. നമ്മൾക്ക് അവരോടൊപ്പം ആകാൻ സാധിച്ചില്ലെങ്കിലും ഈ പ്രാർത്ഥനയിലൂടെ ഒരംശമെങ്കിലും. പണ്ടൊക്കെ ഒരു മാസം നമ്മള് ആരെങ്കിലും എന്നെ കുറിച്ച് ദുഷിപ്പ് പറഞ്ഞത്, അയ്യോ അവരങ്ങനെ പറഞ്ഞു, ഒരു മാസം കൊണ്ട് നടക്കും. ഇപ്പൊ അതില്ല, ഒരു ദിവസം. അപ്പൊ അത്രയും വ്യത്യാസം വന്നു. അത് ഈ പ്രാർത്ഥനയുടെ ഫലമാണ്. തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് അത്ര ശക്തമാണ് മന്ത്രം, അല്ലെ? നമ്മൾ എത്ര സഹസ്രനാമങ്ങൾ ചൊല്ലുന്നതിനേക്കാളും ഫലമാണ് മന്ത്രം. കാരണം എന്താ, ഭഗവാന്റെ നേരിട്ടുള്ള വാണി, അല്ലെ? മറ്റേത് മോശമെന്നല്ല, അതൊക്കെ ശ്രേഷ്ഠം തന്നെ. അപ്പം ഭീഷ്മര് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, അല്ലെ? പിന്നെ യുധിഷ്ഠിരൻ നിന്നും തലമുറ തലമുറ അങ്ങനെ നമുക്ക് ഓരോ, അല്ലെ, ഇതിന് വേദവ്യാസ മഹർഷി ഇത് എഴുതണ്ട വന്നു. ഒരുപാട് ആളുകളിലൂടെയാണ്. പക്ഷെ ഇതങ്ങനെയല്ല. വേദം എന്താ, ഭഗവാന്റെ നേരിട്ടുള്ള വാണികളാണ്. ഇല്ല, ആര് നമ്മൾക്ക് പറഞ്ഞു തരുന്നു, അത് ആ വ്യക്തിയല്ല പഠിപ്പിക്കുന്നത്. വേദമന്ത്രത്തിന് അതാണ് ശക്തി. നേരിട്ടാണ് അത്, അതായത് പ്യുവർ ഫോം. അതാണ് നേരിട്ട് കിട്ടുന്നതാണ് അത്. അതുകൊണ്ട് ഇതിന് എന്തായാലും ഫലമുണ്ട്, ശക്തിയുണ്ട്. പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അങ്ങനെ ഭഗവാനെ ഞങ്ങളാൽ പഠിക്കുന്നത് ഗുരു പരമ്പരയുടെ അനുഗ്രഹം കൊണ്ടും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടും എപ്പോഴും നമ്മളോടൊപ്പം ഇരിക്കെ വേണം. അതൊരിക്കലും കൈമോശം വരരുതേ. ആരോടും വിദ്വേഷവും തോന്നരുതേ. അല്ലെ? വിദ്വേഷം തോന്നുമ്പോൾ മനസ്സ് കലുഷിതമാകും. അതുകൊണ്ട് എന്താ, ക്ഷമതമങ്ങൾ എനിക്ക് വളർത്തുവാൻ, ആരോടും വിദ്വേഷമില്ലാണ്ട് ജീവിക്കാൻ സാധിക്കണം. എന്തെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഒഴിഞ്ഞു മാറുക, അല്ലെ? അങ്ങനെയുള്ള ഒരു സ്വഭാവം എനിക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. തേജസ്വിനാമതീതമസ്തു മാ വിദ്വിഷാം. ഓം ശാന്തി 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 എന്നുള്ള പ്രാർത്ഥന, അല്ലെ? അതായത് പ്രകൃതിയിൽ നിന്നോ ഭഗവാനിൽ നിന്നോ എന്നിൽ നിന്നോ ഒരു വിഘ്നവും ഉണ്ടാകാതെ എനിക്ക് ഈ പഠനം പൂർത്തീകരിക്കുവാൻ, ബ്രഹ്മജ്ഞാന നിഷ്ഠയിലേക്ക് ഉയരുവാൻ ഭഗവാനെ അങ്ങ് അനുമതി തരണേ എന്നുള്ള പ്രാർത്ഥന. അങ്ങനെ ശാന്തിപാഠം കഴിഞ്ഞു. നമ്മൾ പിന്നെ അനുവാദം 1 മുതൽ പഠിക്കാൻ പോവുകയാണ്, അല്ലെ? തൈത്തിരീയ ഉപനിഷത്ത് ബ്രഹ്മാനന്ദവല്ലി അല്ലെങ്കിൽ ദ്വിതീയവല്ലി, ദ്വിതീയ അധ്യായം ബ്രഹ്മാനന്ദവല്ലി. അനുവാദം 1, 2, 3, 4, 5, 6, എത്ര അനുവാദം ഉണ്ടെന്ന് നോക്കട്ടെ. 7, 8, 9 അനുവാദമേ ഉള്ളൂ. വെറും 9 അനുഭാഗം മാത്രമാണ് ഉള്ളത്, അല്ലെ? മറ്റേ 22 ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ചില അനുഭാഗങ്ങൾ കുറച്ച് വലുതാണ്, എങ്കിലും താരതമ്യേന കുറവാണ്. ഭൃഗുവല്ലി 10 അനുഭാഗമാണ്. അപ്പൊ ഇനി പറയൂ, ഇനി അതൊക്കെ കുറയുവാണ്, കാര്യങ്ങൾ കുറയുവാണ് പറയാനുള്ളതൊക്കെ. കാരണം കുറച്ച് കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഉപനിഷത്ത് സാരസംഗ്രഹം എഴുതിക്കോളൂ. ഇതാണ് ഈ അനുവാദത്തിന്റെ പേര്, ഉപനിഷത്ത് സാരസംഗ്രഹം. അതായത് തൈത്തരീയ ഉപനിഷത്തിന്റെ മുഴുവൻ സംഗ്രഹം, സമ്മറി പറയും. അതാണ് തൈത്തരീയം മാത്രമല്ല കേട്ടോ, എല്ലാ ഉപനിഷത്തിന്റെ ആയിട്ടും എടുക്കാം, അല്ലെ? ഉപനിഷത്ത് എന്ന് വെച്ചാൽ അറിയാലോ, ഗുരുവിന്റെ അടുത്തിരുന്ന് ശ്രദ്ധയോടുകൂടി ശരണാഗതിയോടുകൂടി പഠിക്കുന്ന വിദ്യയാണ് ഉപനിഷത്ത്. അത് ഗുരു പഠിപ്പിച്ചു തരുന്ന ആ സാരം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഉപനിഷത്ത് സാരസംഗ്രഹ.
എന്നാണ് അനുവാകത്തിന്റെ പേരും. അനുവാകം നമ്പർ 1. ഞാൻ ഒന്ന് മന്ത്രങ്ങൾ പറയാം. ഓം ബ്രഹ്മവിദാപ്നോതി പരം. അവിടെ ബ്രഹ്മവിദാ അവിടെ നീട്ടുക, പരം നീട്ടുക. ഓം ബ്രഹ്മവിദാപ്നോതി പരം. ഓം ബ്രഹ്മവിദാപ്നോതി പരം. ഒന്നാമത്. അടുത്തത് തദ്ദേശാഭ്യുക്ത. തത് ഏഷ അഭ്യുക്ത എന്നാണ്. ഒരുമിച്ച് ചൊല്ലുമ്പോ തദ്ദേശാഭ്യുക്ത, തദ്ദേശാഭ്യുക്ത. അടുത്ത വാക്ക് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. അത് അണ്ടർലൈൻ ചെയ്തോളൂ. അതാണ് സൂത്രവാക്യം എന്ന് പറയുന്നത്. പരമാത്മാവിന്റെ ലക്ഷണം അല്ലെ? സത്യസ്വരൂപൻ, ജ്ഞാനസ്വരൂപൻ, ആനന്ദസ്വരൂപൻ അല്ലെങ്കിൽ അനന്തസ്വരൂപൻ. ഇതിനെ അറിഞ്ഞാൽ മോക്ഷം സുനിശ്ചയം എന്ന് പഠിച്ചു വരികയാണ് യാജ്ഞവൽക്യ മഹർഷി. ഇതിന്റെ വിസ്താരമാണ് ഇനിയുള്ള ഭാഗങ്ങൾ. അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്ത നല്ലത്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മം. നമ്മൾ സച്ചിദാനന്ദം എന്ന് പറയും. അതിന് തന്നെ മറ്റൊരു ഭേദം, രൂപം ഒന്നേ ഉള്ളൂ, അർത്ഥം ഒന്നും തന്നെ. അതാണ് സൂത്രവാക്യം. സത്യം ജ്ഞാനം. നമ്മളിപ്പം ഇക്വേഷൻ ഒക്കെ പഠിക്കില്ലേ സ്കൂളില്, എന്നിട്ട് അതിനെ ഇലാബറേറ്റ് ചെയ്യും അല്ലേ? അത് തന്നെ. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ. യോ വേദ നിഹിതം ഗുഹായ പരമേ വ്യോമൻ. യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ. അടുത്ത വാക്ക്. യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ. യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ. അടുത്തത് സോഷ്ണുതേ. അവിടെ നീട്ടമുണ്ട്. സഹ അഷ്ണുതേ എന്നാണ്. ഒരുമിച്ച് പറഞ്ഞു സോഷ്ണു. സർവാൻ കാമാൻ. അവിടെയും നീട്ടമുണ്ട്. പ്ലുതം. കാമാൻ സഹ. സോഷ്ണുതേ സർവാൻ കാമാൻ സഹ. സോഷ്ണുതേ സർവാൻ കാമാൻ സഹ. ബ്രഹ്മണാ വിപച്ഛിതേതി. വിപച്ഛിത് ഇതി. ബ്രഹ്മണാ വിപച്ഛിതേതി. ബ്രഹ്മണാ വിപച്ഛിതേതി. ബ്രഹ്മണാ വിപശ്യതേതി. അടുത്തത് തസ്മാത് വാ ഏതസ്മാത് ആത്മനക ആകാശ സംഭൂതഃ. സൃഷ്ടി ഉണ്ടാകുന്നതാണ് നമ്മൾ പഠിക്കാൻ. ആ സത്യജ്ഞാന അനന്ത സ്വരൂപനിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. എങ്ങനെ? ആ ക്രമം പറയുകയാണ്. തസ്മാത് വാ ഏതസ്മാത് ആത്മനഃ ആകാശ സംഭൂതഃ. തസ്മാത് വാ ഏതസ്മാത് ആത്മനഃ ആകാശ സംഭൂതഃ. സോറി. അടുത്തത് ആകാശാത് വായുഃ. ആകാശാത് വായുഃ. ആകാശാത് വായുഃ. ആകാശാത് വായു. അതും എല്ലാം താത്ത് ചൊല്ലേണ്ടതാണ്. അനുദാത്തം. അതായത് കണ്ഠം താത്ത് ചൊല്ലും. ആകാശാത്. നിങ്ങളുടെ ബുക്കില് വര താഴെയായിരിക്കും. ആകാശാത് വായുഃ. വായോരഗ്നിഃ. അടുത്തത് വായോരഗ്നിഃ. വായോരഗ്നിഃ. അടുത്തത് അഗ്നേരാപഃ. അഗ്നേരാപഃ. വായോരഗ്നിഃ അഗ്നേരാപഃ. അടുത്തത് അദ്ഭ്യപൃഥിവി. 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 അഗ്നേരാപഃ അദ്ഭ്യപൃഥിവി. അടുത്തത് പൃഥിവ്യാം ഓഷധയഃ. പൃഥിവ്യാം ഓഷധയഃ.
पृथिव्या ओषधयः पृथिव्या ओषधयः അടുത്തത് ഓഷധീഭ്യോ അന്നം അവിടെ ദീർഘമുണ്ട് അന്നം ഓഷധീഭ്യോന്നം ഓഷധീഭ്യോന്നം അന്നാത് പുരുഷഃ അന്നാത് പുരുഷഃ സവാ ഏഷ പുരുഷോന്ന രസമയഃ സവാ ഏഷ പുരുഷോന്ന രസമയഃ അന്നാത് പുരുഷഃ സവാ ഏഷ പുരുഷോന്ന രസമയഃ അന്നാത് പുരുഷഃ സവാ ഏഷ പുരുഷോന്ന രസമയഃ അന്നാത് പുരുഷഃ സവാ ഏഷ പുരുഷോന്ന രസമയഃ തസ്സേധമേവ ശിരഃ തസ്സേധമേവ ശിരഃ തസ്സേധമേവ ശിരഃ തസ്സേധമേവ ശിരഃ അയം ദക്ഷിണപക്ഷഃ അയം ഉത്തരപക്ഷഃ അയം ദക്ഷിണപക്ഷഃ അയം ഉത്തരപക്ഷഃ അയമാത്മാ അവിടെയും ദീർഘമുണ്ട് അയമാത്മാ അയം ദക്ഷിണപക്ഷഃ അയമുത്തരപക്ഷഃ അയമാത്മാ അടുത്തത് ഇതം പുച്ഛം പ്രതിഷ്ഠ ഇതം പുച്ഛം പ്രതിഷ്ഠ തദപ്യേഷ ശ്ലോകോ ഭവതി ഇതം പുച്ഛം പ്രതിഷ്ഠ ഇതം പുച്ഛം പ്രതിഷ്ഠ തദപ്യേഷ ശ്ലോകോ ഭവതി തദപ്യേഷ ശ്ലോകോ ഭവതി അതായത് തദപ്യേഷ ശ്ലോകോ ഭവതി ഇനി ആവർത്തിക്കും അതായത് ഈ പറഞ്ഞ വിഷയം അടുത്ത ഭാഗങ്ങളിൽ വിസ്തരിച്ചു പറയുന്നു അതാണ് ആ വാക്കിന്റെ അർത്ഥം തദപ്യേഷ ശ്ലോകോ ഭവതി എന്ന് വെച്ചാൽ ഇനി വരുന്ന മന്ത്രങ്ങളിൽ എന്തിനെ കുറിച്ചാണോ ഇപ്പോഴത്തെ അനുഭാഗത്തിൽ പറഞ്ഞത് അത് തുടരും എന്നതിന് ഒരു ഉറപ്പ് തരികയാണ് തദപ്യേഷ ശ്ലോകം ഇനി കാണാം നമുക്ക് അത് ആവർത്തിച്ചു വരും അപ്പൊ ഇവിടെ വരെയാണ് അനുഭാഗം 1 അപ്പം നിങ്ങൾ ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യണം അനുഭാഗം 1 തുടങ്ങുന്നത് ഓം ബ്രഹ്മവിദാപ്നോതി പരം അവസാനിക്കുന്നത് തദപ്യേഷ ശ്ലോകോ ഭവതി നമുക്കൊന്ന് ചൊല്ലാം ഓം ബ്രഹ്മവിദാപ്നോതി പരം തദേശാഭ്യുക്ത ഓം ബ്രഹ്മവിദാപ്നോതി പരം തദേശാഭ്യുക്ത സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ സോഷ്ണുദേ സർവാൻ കാമാൻ സഹ സോഷ്ണുദേ സർവാൻ കാമാൻ സഹ ബ്രഹ്മണാ വിപച്ഛിതേതി ബ്രഹ്മണാ വിപച്ഛിതേതി തസ്മാദ്വാ ഏതസ്മാദാത്മന ആകാശഃ സംഭൂതഃ തസ്മാദ്വാദേതസ്മാദാത്മന ആകാശഃ സംഭൂതഃ ആകാശാദ്വായുഃ ആകാശാദ്വായുഃ വായോരഗ്നിഃ വായോരഗ്നിഃ അഗ്നിരാപഃ അഗ്നിരാപഃ അദ്ഭ്യ പൃഥിവീ അദ്ഭ്യ പൃഥിവീ പൃഥിവ്യാ ഓഷധയഃ പൃഥിവ്യാ ഓഷധയഃ ഓഷധീഭ്യോന്നം ഓഷധീഭ്യോന്നം അന്നാത് പുരുഷഃ അന്നാത് പുരുഷഃ സവാ ഏഷ പുരുഷോ നരസമയഃ സവാ ഏഷ പുരുഷോ നരസമയഃ
തസ്സൈദമേവ ശിരഃ തസ്സൈദമേവ ശിരഃ അയം ദക്ഷിണപക്ഷഃ അയം ദക്ഷിണപക്ഷഃ അയമുത്തരപക്ഷഃ അയമുത്തരപക്ഷഃ അയമാത്മാ അയമാത്മാ ഇദം പുച്ഛം പ്രതിഷ്ഠാ ഇദം പുച്ഛം പ്രതിഷ്ഠാ തദപ്യേഷ ശ്ലോകോ ഭവതി തദപ്യേഷ ശ്ലോകോ ഭവതി. ഇവിടെ അനുവാദം 1 അവസാനിക്കുന്നു. നമുക്ക് അതിന്റെ വ്യാഖ്യാനം കാണാം. ഓ ബ്രഹ്മവിദാപ്നോതി പരം എന്ന് ഈ യാജ്ഞവൽക്യ മഹർഷി പറയും. ഓം എന്നുള്ള മംഗളവാചി ശബ്ദത്തോടുകൂടി അദ്ദേഹം എല്ലാം ആവർത്തിക്കുന്ന അങ്ങനെ തന്നെയാ. നമ്മുടെ പഠന പദ്ധതി അങ്ങനെ തന്നെയാണ് അല്ലെ, ആ സമ്പ്രദായം അങ്ങനെ ഓംകാരത്തോടുകൂടി. അതായത് ബ്രഹ്മാനന്ദ വല്ലിയില് ഈ 9 അനുവാദങ്ങളിൽ എന്താണോ പറയുന്നത് ആ മന്ത്രങ്ങളൊക്കെ ഉത്ഭവിച്ചത് ഓംകാരത്തിൽ നിന്നാണ്. ആ ഉത്ഭവ സ്ഥാനം മറന്നിട്ടില്ല അദ്ദേഹം. അത് പറയണം, ഓം മംഗളം ഉണ്ടാകട്ടെ, ഇത് ചൊല്ലുന്നവർക്കും പഠിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മംഗളം ഉണ്ടാവട്ടെ അല്ലെ, മോക്ഷഗതിയിലേക്ക് അവർ വളരട്ടെ എന്നുള്ള പ്രാർത്ഥനയും കൂടെയാണ്. ഓം ബ്രഹ്മവിദാപ്നോതി പരം. ഈ അധ്യായത്തിന്റെ മുഴുവൻ സൂത്രവാക്യം പറയുകയാണ്. ഓം എന്ന പ്രണവ മന്ത്രത്തിൽ ബ്രഹ്മവിദ്, ബ്രഹ്മവിദ് എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, ബ്രഹ്മനെ അറിഞ്ഞവൻ. അതാണ് ബ്രഹ്മവിദ്. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മനെ അറിഞ്ഞവൻ ബ്രഹ്മനായി മാറും. അല്ല, ബ്രഹ്മവിദ് എന്ന് വെച്ചാൽ ബ്രഹ്മനെ അറിഞ്ഞവൻ, അറിയുന്നവൻ അല്ലെ, രണ്ടും എടുക്കാം. ബ്രഹ്മനെ അറിയുന്നവൻ, അറിഞ്ഞതിന് ശേഷം അനുഭവിക്കുന്നവൻ, ആ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു. ബ്രഹ്മവിദ് ആപ്നോതി. ആപ്നോതി എന്ന് വെച്ചാൽ അടയുക, ടു അറ്റൈൻ, അതാണ് ആപ്നോതി. അപ്പൊ ബ്രഹ്മനെ അറിഞ്ഞവൻ അടയുന്നു അല്ലെ. ഒന്നുകൂടെ പറയാം. ഓം എന്നുള്ള മംഗളത്തോടുകൂടി തുടങ്ങി അടുത്തത് ബ്രഹ്മവിദ്. ബ്രഹ്മം എന്ന് വെച്ചാൽ ബ്രഹ്മനെ അറിയുന്നവൻ അല്ലെ. എങ്ങനെ അറിയുക? സർവവ്യാപിയായി എല്ലാറ്റിലും കുടികൊള്ളുന്നതാണ്. ആ അറിവ് മാത്രമേ എനിക്ക് മോക്ഷം നൽകുകയുള്ളൂ എന്ന നിശ്ചയമായ ബോധ്യമുള്ളവർ, അതാണ് ബ്രഹ്മനെ അറിഞ്ഞവർ അല്ലെ. ആപ്നോതി അടയുന്നു. ഇപ്പൊ ബ്രഹ്മനെ അറിഞ്ഞാൽ അവർ അടയുന്നു. എന്തിനെ അടയുന്നു? അതാണ് അടുത്തത് പറയുന്നത്. പരം. പരം എന്ന് വെച്ചാൽ പരമമായ മോക്ഷം. ഇവിടെ പരം എന്ന് വെച്ചാല് മോക്ഷം അല്ലെ. പരം എന്ന് വെച്ചാൽ ശ്രേഷ്ഠം എന്നുള്ള അർത്ഥമാണ്. ശ്രേഷ്ഠമായി ആത്യന്തികമായി എന്തിനെയാണോ ഒരു ജീവൻ അടയേണ്ടത്, നേടേണ്ടത്, അത് മോക്ഷമാവാം. ആ മോക്ഷമേ ശ്രേഷ്ഠമായ മഹത്വമായ ആ അവസ്ഥയെ അടയുന്നു അല്ലെ. അതാണ് ആപ്നോതി എന്ന് വെച്ചാൽ. ആപ്നോതി എന്ന് വെച്ചാൽ പ്രാപ്നോതി, പ്രാപിക്കുക എന്താണ്. അപ്പം ബ്രഹ്മവിദാപ്നോതി പരം എന്ന് വെച്ചാൽ സൂത്രവാക്യം പറയുകയാണ്. ഇനി അതിന്റെ ഡെഫിനിഷനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ആരാണോ ഓംകാര സ്വരൂപമായ പരമാത്മാവിനെ പൂർണ്ണമായും അറിയുന്നത്, ഒരു ഇലയിൽ പോലും, ഒരു പുൽക്കൊടിയിൽ പോലും ഈശ്വര സാന്നിധ്യം എപ്പോഴും അറിയാൻ സാധിക്കുന്നത് അല്ലെ, ആ ഒരു അറിവിന് ഒരു ചഞ്ചലത്വവും ഇല്ലാതെ ആരാണോ ആ സർവവ്യാപിയായ ഈശ്വരനെ തന്നിലും സർവറ്റിലും ഒരുപോലെ കാണുന്നത്, അവർ എന്തിനെ പ്രാപിക്കുന്നു? മോക്ഷത്തെ അടയുന്നു. അതാണ് സൂത്രവാക്യം. അതാണ് ബ്രഹ്മാനന്ദവല്ലിയുടെ സാരം പറഞ്ഞു തന്നു. ഇനി എങ്ങനെ അടയാൻ സാധിക്കും, എങ്ങനെയാണ് അടയേണ്ടത്, എങ്ങനെ മോക്ഷത്തിലേക്ക് എത്താം എന്നുള്ളത് വിസ്തരിച്ച് പറയുകയാണ് അടുത്തുള്ള ഭാഗത്ത്. ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണ്? ബ്രഹ്മജ്ഞാനം അല്ലെ. സാധന എന്താ? വിത്, ബ്രഹ്മവിത്. വിത് എന്ന് വെച്ചാൽ ടു നോ എന്നുള്ള അർത്ഥമാണ്. അത് അറിയുക, ബ്രഹ്മനെ അറിയുക, ബ്രഹ്മവിത്. അപ്പൊ സാധന അറിയണം, അതാണ് സാധന. നമുക്ക് എങ്ങനെ അറിയാം? ഉപാസന, ജപം, ധ്യാനം, ശ്രവണം, മനനം,
ഇത്യാദി സാധനകളിലൂടെ അറിയണം. ആരെ? വിഷയത്തിന്. എന്താണ് വിഷയം? ബ്രഹ്മൻ. പരമാത്മാവിനെ നിങ്ങൾ അറിയണം. എന്താണ് ഫലം? പരം. അതായത് പരം ആപ്നോതി, അതാണ് ഫലം. അപ്പൊ വിഷയം പറഞ്ഞു, സാധന പറഞ്ഞു, ഫലം പറഞ്ഞു. ഈ മൂന്ന് കാര്യമാണ് ഇതിലുള്ളത്. വിഷയം പരമാത്മാ, സാധന ശ്രവണ മനനാദി സാധന, അറിവ്, അറിവ് സമ്പാദിക്കുക. മൂന്നാമത്തത് ഫലം, പരം ആപ്നോതി, ആ മോക്ഷത്തെ പ്രാപിക്കുക, നേടിയെടുക്കുക, അതാണ് ഫലം. ഇനി എന്താണ് ബ്രഹ്മൻ? ഇല്ലേ? ബ്രഹ്മൻ ബ്രഹ്മൻ നമ്മൾ കേൾക്കുന്ന. ഇനി എന്താണ് ബ്രഹ്മൻ? മൂന്ന് ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് ഇനി ബാക്കിയുള്ള 9 അനുഭാഗം. എങ്ങനെ നമുക്ക് ഈ സൂത്രവാക്യത്തിനെ നേടിയെടുക്കാം? എങ്ങനെ പരമാത്മാവിനെ സാക്ഷാത്കരിക്കും? എങ്ങനെ മോക്ഷത്തിലേക്ക് എത്താം? അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ എഴുതിക്കോളും. 3 ചോദ്യവും അതിനുള്ള ഉത്തരവും. ചോദ്യം ആദ്യം എഴുതാം, ഉത്തരം നമുക്ക് ഓരോ അനുഭാഗത്തിലും പഠിച്ചു പഠിച്ചു പോകാം. ഒന്നാമത്തെ ചോദ്യം, എന്താണ് ബ്രഹ്മൻ? നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ബ്രഹ്മൻ എന്നുള്ള വാക്ക് ബൃഹത്ത്, വ്യാപകം, പരമാത്മാവിന്റെ പര്യായമാണ് ബ്രഹ്മൻ. എന്തുകൊണ്ട് പരമാത്മാവിനെ ബ്രഹ്മൻ എന്ന് വിളിക്കുന്നു? ബൃഹത്തായിരിക്കുന്നു, വ്യാപിച്ചിരിക്കുന്നു, എല്ലായിടത്തും ഉള്ളത് കൊണ്ടാണ് ബ്രഹ്മൻ എന്ന് വിളിക്കുന്നത്. അല്ലെ? അപ്പൊ കിം തത് ബ്രഹ്മൻ, എന്താണ് ഈ ബ്രഹ്മൻ? നമുക്ക് ചെറിയ ഉത്തരം അറിയാം, ഇനി അതിന്റെ വിസ്താരം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാനന്ദവല്ലി. ബ്രഹ്മനെ അറിയുന്നവൻ ആനന്ദത്തെ നേടും, അല്ലെ? നിരതിശയ ആനന്ദത്തെ പ്രാപിക്കും. അതാണ് ആ അധ്യായത്തിന്റെ പേര് തന്നെ ബ്രഹ്മാനന്ദവല്ലി എന്ന് ഇട്ടത്. ചോദ്യം നമ്പർ 1 നിങ്ങളുടെ ബുക്കിൽ മാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എഴുതിക്കോളൂ. എന്താണ് ബ്രഹ്മ? കിം തത് ബ്രഹ്മ. കിം തത് ബ്രഹ്മ. സംസ്കൃതത്തിൽ എഴുതിക്കോളൂ. നിങ്ങൾ സ്കൂളിലൊക്കെ ഹിന്ദി പഠിച്ചതല്ലേ, അപ്പൊ അറിയാമായിരിക്കും. കിം തത് ബ്രഹ്മ. അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എങ്ങനെ അറിയാൻ സാധിക്കും? ബ്രഹ്മനെ എങ്ങനെ അറിയാം? അതാണ് ചോദ്യം നമ്പർ 2, അല്ലെ ക്വസ്റ്റ്യൻ നമ്പർ 2. ബ്രഹ്മനെ എങ്ങനെ അറിയും? അല്ലെ, ബ്രഹ്മനെ അറിയൂ എന്ന് പറഞ്ഞല്ലോ, എങ്ങനെ അറിയും? അല്ലെ? ബ്രഹ്മനെ എങ്ങനെ അറിയും? സംസ്കൃതത്തിൽ പറഞ്ഞാൽ കഥം തസ്യ വേദനം. കഥം, എങ്ങനെ, തസ്യ, അതിനെ, ഏതിനെ? ബ്രഹ്മനെ. വേദനം, വേദനം എന്ന് വെച്ചാൽ അറിയുക. കഥം തസ്യ വേദനം, എങ്ങനെ ബ്രഹ്മനെ അറിയാൻ സാധിക്കും? അതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ കിം തത് ബ്രഹ്മ, കഥം തസ്യ വേദനം. മൂന്നാമത്തെ ചോദ്യം, ഫലപ്രാപ്തി എങ്ങനെ? അതാണ് മൂന്നാമത്തെ ചോദ്യം. കിം തത് ഫലം. കിം തത് ഫലം, അല്ലെ പ്രയോജനം എന്നും പറയാം, രണ്ടും ഒന്ന് തന്നെ. കിം തത് പ്രയോജനം, കിം തത് ഫലം, അല്ലെങ്കിൽ കിം തത് പ്രയോജനം. എന്താണ് നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട്? അല്ലെ? അപ്പൊ ഈ സൂത്രവാക്യത്തിൽ നിന്നും ഈ 3 ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബാക്കിയുള്ള അനുഭാഗങ്ങള്. എന്താണ് ബ്രഹ്മൻ? അല്ലെ? എങ്ങനെ ബ്രഹ്മനെ അറിയാൻ സാധിക്കും? എന്താണ് ഫലം? അല്ലെ? ബ്രഹ്മവിദാപ്നോതി പരം എന്ന് പറഞ്ഞു. ബ്രഹ്മനെ അറിയുന്നവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇപ്പൊ എങ്ങനെ അറിയും? അല്ലെ? ആ മോക്ഷമാകുന്ന ഫലം എന്താണ്? മോക്ഷം മോക്ഷം എന്ന് കേൾക്കുന്നു. എന്താണ് മോക്ഷത്തിൽ അടങ്ങിയിരിക്കുന്നത്? എന്തൊക്കെയാണ്? അതാണ് അടുത്തത് പറയുന്നത്. ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഇനി അടുത്ത മന്ത്രങ്ങളിൽ പറയുന്നത്. മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. പ്രദേശാഭ്യുക്ത എന്ന് തുടങ്ങി ഇങ്ങനെ നീണ്ടുപോകും. അങ്ങനെ അവസാനം ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മനെ അറിയുന്നവൻ ബ്രഹ്മനായി മാറും. അങ്ങനെ ഈ അധ്യായം കഴിയും. പിന്നെ ഇതിന്റെ വീണ്ടും സഹനാവതി ശാന്തിപാഠം നമ്മൾ ചൊല്ലി അവസാനിപ്പിക്കാൻ സാധിക്കട്ടെ. കഴിഞ്ഞ വർഷം അതിന് അനുഗ്രഹം തരണം. അതിനുശേഷം ഭൃഗുവല്ലി, മൂന്നാമത്തെ ഒരു അധ്യായം കൂടെ ഉണ്ട്. അതായത് ഈ സൂത്രവാക്യം മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിച്ചൊന്നും വരില്ല. ഈ 3 ചോദ്യത്തിനും ഉള്ള ഉത്തരം യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരും. പക്ഷെ എല്ലാവർക്കും
മൂന്ന് ചോദ്യത്തിനുള്ള ഉത്തരം മനസ്സിലാകണമെന്നില്ല. മൂന്ന് ചോദ്യമേ ഉള്ളൂ എന്ന് പറയുമോ, നമ്മൾ 100 ചോദ്യമൊന്നും ഇല്ലല്ലോ, വെറും 3 അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ഓരോന്നും അത്ര ഗഹനമായതാണ്. അതുകൊണ്ട് ചിലവർക്ക് ഒരു ചോദ്യം മനസ്സിലാവും, ഒന്നാമത്തെ മനസ്സിലാകും, ബാക്കി രണ്ടും കാണും. ചിലവർക്ക് അവസാനത്തെ മനസ്സിലാകും, ആദ്യത്തെ രണ്ടും മനസ്സിലാകും. അല്ലേ? ചിലവർക്ക് 2 ആയിരിക്കും, ചിലവർക്ക് 3 കിട്ടും, ചിലവർക്ക് ഒരാളിനെ കിട്ടും. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വ്യത്യസ്തരാണ് ശിഷ്യന്മാരെല്ലാം. അതുകൊണ്ട് എന്താണ്, അവർക്ക് വേണ്ടി ഈ ബ്രഹ്മനെ അറിയണമെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ പാകത വരണം. അതിന് കുറച്ചും കൂടെ സാധന ചതുഷ്ടയും കൂട്ടണം, വളർത്തണം. അതിന് ഉപാസന എന്ന് പറഞ്ഞുകൊണ്ട് ഭൃഗു എന്ന ശിഷ്യന്റെ കഥയിലൂടെ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്ത്, പിതാവിന്റെ അടുത്ത് തന്നെ അദ്ദേഹം തന്നെ സമർപ്പിച്ചുകൊണ്ട് പഠിക്കുന്ന ആ പഠന പദ്ധതിയാണ് 3-ാം അധ്യായം. അത് കേൾക്കുമ്പോൾ നമ്മളും അത് ഭൃഗുവിനെ പോലെ തന്നെ നമ്മൾ ഉപാസന പഠിപ്പിച്ച് അത് ചെയ്ത് 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 അവസാനം ഭൃഗു ഈ 3 ചോദ്യത്തിനുള്ള ഉത്തരം മനസ്സിലാകും. അപ്പോൾ നമ്മൾക്കും ആ ഒരു മാർഗം പറഞ്ഞു തരും. ആരും വിഷമിക്കരുത്. ഈ ചോദ്യം ഒരു തവണ കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാകും, ചിലപ്പോൾ നമ്മൾ 100 തവണ കേൾക്കേണ്ട വരും. അപ്പൊ എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ക്ഷമയോടുകൂടി നമ്മൾക്ക് പഠിക്കാം. ഈ യാജ്ഞവൽക്യ മഹർഷിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാവർത്തിയെങ്കിലും ഇത് കേൾക്കാൻ പോലും സാധിക്കൂ, പറയാൻ പോലും സാധിക്കൂ. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കി നമുക്ക് നാളെ കാണാം. ഇപ്പൊ ചോദ്യം എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. കിം തത് ബ്രഹ്മൻ, എന്താണ് ബ്രഹ്മൻ? ബ്രഹ്മനെ എങ്ങനെ അറിയാൻ സാധിക്കും? കഥം തസ്യ, തായാണ്, കഥം തസ്യ വേദനം, ബ്രഹ്മനെ എങ്ങനെ അറിയാൻ സാധിക്കും? മൂന്നാമത്തത്, എന്താണ് ഫലം? കിം തത് ഫലം. ഈ 3 ചോദ്യം, അതിനുള്ള മറുപടിയാണ് ഇനിയുള്ളത്. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.